നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് ഏപ്രിൽ 2023. 2023 ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ മധുരപലഹാരം ഊട്ടി വർക്കി. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാന. 2023 ഏപ്രിൽ യൂറോപ്യൻ കമ്മീഷന്റെ GI ടാഗ് ലഭിച്ച ഹിമാചൽ പ്രദേശിലെ തേയില കാൻഗ്ര. 2023 ഏപ്രിൽ ChatGPT നിരോധിച്ച രാജ്യം ഇറ്റലി. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ച രാജ്യം ഇറാഖ്. നാസയുടെ പുതുതായി സ്ഥാപിതമായ മൂൺ ടു മാർസ് പ്രോഗ്രാമിൻ്റെ തലവനായ ഇന്ത്യൻ വംശജനായ റോബോട്ടിക്സ് എഞ്ചിനീയർ അമിത് ശ്രുതി. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിൽ കുഫോസ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് പയ്യന്നൂർ, കണ്ണൂർ. ബന്ദിപ്പൂർ പോസ്റ്റ് ടൈഗർ റിസർവ് നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ഏപ്രിൽ 1 ആചരിച്ചത്? 50. 2023 ഏപ്രിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ വ്യക്തി സലിം ദുറാണി. 2023 ഏപ്രിൽ മാസത്തിലെ UN അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജ്യം റഷ്യ. T20 ക്രിക്കറ്റിൽ 300 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചാഹൽ. 2023 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഡാനിൽ മെദ്വേദേവ്. കേരളത്തിലെ ആദ്യ 5G ഇനേബിൾഡ് ലൈവ് ആംബുലൻസ് അപ്പോക്. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം സൻജിത ചാനു. ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോയിൽ 2023 ഏപ്രിൽ അംഗമായ രാജ്യം ഫിൻലാൻഡ്. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം അർജന്റീന. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം റൊമാനിയ. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. അർബുദത്തെ നേരത്തെ കണ്ടെത്താനായി ആർദ്ര മിഷന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതി ക്യാൻസർ കെയർ സ്യൂട്ട്. കേരളത്തിലെ ആദ്യത്തെ സമയോചിത ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഖസാക്കിസ്ഥാൻ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് നിർമ്മിച്ച സോളാർ ബോട്ട് സൂര്യാംശു. 2023 ഏപ്രിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രി എമൈൻ ജാബ്രോവ. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 101. 2023 സ്ട്രീറ്റ് സൈഡ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സങ്കേതം. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ലയണൽ മെസ്സി. 2023 അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം നേടിയത് CR റാവു. 2023 ദേശീയ ബദിര ടെസ്റ്റ് ക്രിക്കറ്റിൽ ജേതാക്കളായത് കേരളം. ദേശീയ പഞ്ചായത്ത് അവാർഡിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന, ആലപ്പുഴ. 2023 G20 എംപവർ മീറ്റിംഗിന് വേദിയാകുന്നത് തിരുവനന്തപുരം. തീം വിമൻസ് എംപവർമെൻറ്റ്, എ വിൻ വിൻ ഫോർ ഇക്വാലിറ്റി ആൻഡ് എക്കോണമി. സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 7.8%. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. തായ്ലാൻഡ് ഓപ്പൺ നീന്തലിൽ സ്വർണം നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ നിലവിൽ വന്നത് തെലങ്കാന. ഉയരം 125 അടി.
വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ആരംഭിച്ച ദൗത്യം ജൂസ് മിഷൻ. കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഘാന. നദികൾക്കിടയിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ കൊൽക്കത്ത മെട്രോ. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി വാട്സപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ സ്റ്റേ സേഫ്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് എയർപോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് ബംഗളൂരു. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. 2023 ഏപ്രിൽ ദേശീയ പാർട്ടി പദവി ലഭിച്ച രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്ന സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം. 2023 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ചത് രാജ് സുബ്രഹ്മണ്യം. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു. കേരളത്തിലെ ആദ്യ 3D കണങ്കാൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ല എറണാകുളം. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ 800. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നിലവാരമുള്ള കളിസ്ഥലം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഇന്ത്യയിലെ ആദ്യ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അർജന്റീന. മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാൻ. മീഡിയ വൺ ചാനൽ. 2023 ഏപ്രിൽ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ മുന്തിരി ഇനം കമ്പം മുന്തിരി. വിസ്ഡൻ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ. ബംഗാളി ഭാഷയിൽ സിനിമയാകുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൃതി കാബൂളിവാല. 2023 ലോക ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായത് ഡൽഹി. 2022 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടന്ന നഗരം ബംഗളൂരു. ഗുരുഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായ മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനം മിസോറാം. ട്വിറ്ററിൻ്റെ മാതൃസ്ഥാപനത്തിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എക്സ് കോർപ്പ്. ഈ അടുത്ത് പ്രവർത്തനം ആരംഭിച്ച യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം ഒർക്കിലോറ്റോ 3, ഫിൻലാൻഡ്. 2023 ഏപ്രിൽ അന്തരിച്ച അബ്ദുൾ അസീം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. കാനഡയിലെ ഗ്ലോബൽ ഇന്ത്യൻ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം കുമാരി. സംവിധാനം നിർമ്മൽ സഹദേവ്. 2023 ഏപ്രിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഒലിവർ ഡൗഡൺ. 2023 ഏപ്രിൽ ദുബായിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള ലോഗോസ് ഹോപ്പ്. കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡ്. മൻ കി ബാത്തിൻ്റെ 100ാം എപ്പിസോഡ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? 100. WWE വേൾഡ് വെസ്റ്റ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി സഞ്ജന ജോർജ്, കോട്ടയം. സുഡാനിലെ സംഘർഷത്തിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി. 2023 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി യുവം. ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് മുഹമ്മദ് ഷഹബുദ്ദീൻ. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് SV ഫാട്ടി. 2023 ഏപ്രിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി. 2023 ഏപ്രിൽ 7.3 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഇന്തോനേഷ്യ.
2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൃഷി ചെയ്തെടുത്ത ആദ്യ വിള മുളക്. ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകം എഴുതിയത് റസ്കിൻ ബോണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും ബ്രയാൻ ലാറയുടെയും പേരിലുള്ള ഗേറ്റ് അനാച്ഛാദനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. 2023 സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനലിന് വേദിയായത് കോഴിക്കോട്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി നിയമിതനായ മലയാളി റബൈക്ക മത്തായി. 2023 ഏപ്രിൽ ജാതി വിവേചന വിരുദ്ധ ബിൽ പാസാക്കിയ അമേരിക്കൻ സംസ്ഥാനം കാലിഫോർണിയ. ഇന്ത്യയിലെ ഒന്നാമത്തെ ഗ്രാമം എന്ന പദവി നേടിയ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം മാണ ഗ്രാമം. അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ മാമുക്കോയ അഭിനയിച്ച ഫ്രഞ്ച് സിനിമ ഫ്ലമീൻ ഇൻ പാരഡീസ്. ആദ്യ ചിത്രം അന്യരുടെ ഭൂമി. UAEയുടെ ആദ്യ ചാന്ദ്രദൗത്യം എമിറേറ്റ് ലൂണാർ മിഷൻ. 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം സിഡ്നി, ഓസ്ട്രേലിയ. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇൻഷുറൻസ് കമ്പനിയായ LICയുടെ ചെയർമാനായി നിയമിതനായത് സിദ്ധാർത്ഥ മൊഹന്തി. 2023 വേൾഡ് ചെസ് ചാമ്പ്യൻ ഡിങ് ലിറൻ, ചൈന. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആയി ചുമതല ഏറ്റത് AK മൊഹന്തി. BR അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന. സൈബർ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പിനുള്ള ഈ വർഷത്തെ ഗ്ലോബൽ ഇൻസ്പിരേഷൻ പുരസ്കാരം നേടിയത് ടെക് ബൈ ഹാർട്ട് കേരള സ്റ്റാർട്ടപ്പ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.